ഇവൻ ചുമ്മാ കളിപ്പീരാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇൻട്രോ പറഞ്ഞോ. അപ്പൊ നാളെ ജസ്റ്റ് എല്ലാം വെച്ചോളൂ. അപ്പൊ ഇവനെന്തു അപ്പൊ ഞങ്ങളുടെ മറ്റൊരു അൺബോക്സിംഗ് ഗ്രോസറിയിലേക്ക് നീ ഒന്ന് പറഞ്ഞടാ. ഗ്രോസറി ഇഷ്ടം പറഞ്ഞേ. പറ. ഇന്ന് നമ്മുടെ 1 o'clock till 6 o'clock ഗ്രോസറി ചെയ്തു. ഗ്രോസറി സോ പറ നമ്മുടെ ഗ്രോസറി അൺബോക്സിലേക്ക്. we will unbox. നമ്മളിന്ന് ലുലു ഇപ്പൊ ഒത്തിരി ആൾക്കാരെ കണ്ടല്ലോ ചേടു. ഒത്തിരി പേര് വന്ന് ആദ്യമായിട്ട് ഞങ്ങള് വാങ്ങിച്ച സാധനം ആദ്യമായിട്ട് ഞങ്ങള് വാങ്ങിച്ച സാധനം മാംഗോ സ്ലൈസ് ചെയ്തത് 13.5 ഫീൽസ്. ജസ്റ്റോടല്ല, ഞാൻ എന്റെ ആരാധകരോടാ. ഇപ്പൊ നിങ്ങക്ക് കൊതി വന്നില്ലേ? നല്ല പച്ചമാങ്ങയല്ല, ചാങ്ങച്ച മാങ്ങ. ആരാധകരല്ല, സോറി. ഞാൻ എന്റെ യൂട്യൂബ് ഫാമിലിയോട് പറഞ്ഞ ജസ്റ്റോട് ആര് വെച്ചു വേണോ? ഞാൻ ഇനി ഒരു ഓട്ടോ ഇട്ട് വണ്ടി ഒന്ന് കഴിച്ചായിരുന്നു. എന്റെ അമ്മ ഒരു യൂട്യൂബർ സിസ്റ്റർ കസൻ ഉണ്ട്. യുവർ കസൻ അല്ല, ഫേസ്ബുക്ക് ഇൻസ്റ്റ. ഓ, റിനു ചേച്ചിയാണോ? രണ്ണു അവർ ഒത്തിരി ഫേമസ് ഇൻസ്റ്റ. ഇത് ചീര വാങ്ങിച്ചു. ചീര ഇപ്പൊ തന്നെ ചീര കറി വെക്കാൻ പോവാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീരത്തോരൻ. പക്ഷെ നമ്മുടെ നാട്ടിലെ വേലിച്ചീര ഇല്ലേ, അതിന്റെ ടേസ്റ്റ് വരികല്ലോ കേട്ടോ. പക്ഷെ ഇന്ന് ലുലു നല്ല ഫ്രഷ് ആയിട്ട് പണ്ട് 1 ഫിൽസ് എത്ര 90 ഫിൽസ് ഉണ്ടാകുന്ന സാധനമാ. ഇപ്പൊ 3 something ആയി ചീര. മീൻ്റെ അപ്പൊ നല്ല ഫ്രഷ് ചീര. അത് തൽക്കാലം ഒഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. പിന്നെ ആസ് യൂഷ്വൽ എന്റെ ബനാന തീർന്നല്ലോ. ബനാന രസകദളി എനിക്കിഷ്ടമുള്ളത് തീർന്നല്ല, കഴിഞ്ഞ എടുത്ത് കളഞ്ഞു. ആര് ചുമ്മാ നോണ പറഞ്ഞ ഞാൻ മൊത്തം എടുത്ത് കഴിച്ചു. ജസ്റ്റ് വാങ്ങിക്കുന്നതാണ് അവിടെ. ഒരു മനുഷ്യനും തിന്നത്. ജസ്റ്റ് അണ്ണാക്കിൽ അടിച്ചോളാം. ജസ്റ്റ് തിന്നുന്നത്. പക്ഷെ ഞാൻ മൊത്തം എടുത്ത് ഞാൻ തന്നെ കഴിച്ചു തീർത്തു. കഴിഞ്ഞ ദിവസം ഞാൻ ലാസ്റ്റ് 2 ബനാന ഞാൻ ജോലിക്ക് പോയപ്പോ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോ അനുവിന്റെ ഒരു മെസ്സേജ് വന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ഡൈനിങ് ടേബിൾ വെക്കുമല്ലോ. അനുവിന്റെ ഒരു മെസ്സേജ് വന്നു, താങ്ക് യു സോ മച്ച് ഫോർ യു ബനാന, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. അനു നോട്ട് ദ പോയിന്റ്. അല്ല, ആ ലാസ്റ്റ് ഞാനാ കൊണ്ടത്. ഇവിടെ ചീഞ്ഞു പോയായിരുന്നോ? ഷോന് അങ്ങനെ ചീഞ്ഞു പോയായിരുന്നോ? നുണ പറയരുത് കേട്ടോ. എനിക്ക് എല്ലാം ബോധ്യമുണ്ട്. അപ്പൊ ഇതിന് 8.50 വൻപയർ അല്ല, പച്ചപ്പയർ, അച്ചിങ്ങ അല്ലേ? അച്ചിങ്ങ മലയാളം യൂസ് ചെയ്തിട്ട് ഞാൻ മറന്നുപോയി. അച്ചിങ്ങ പയർ 5.15 കേട്ടോ. 5.15 ഇതൊക്കെ വില കുറവാണല്ലോ. ഇത് പിന്നെ തേങ്ങ കൊത്ത്. തേങ്ങ ഇതെന്തിനാന്ന് വെച്ചാൽ ഈ മറ്റേ വറുത്തരയ്ക്ക നമ്മളെ കടലക്കറിയൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ തേങ്ങാക്കൊത്ത് ഇടാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് വാങ്ങിച്ചു. അതിന് എത്ര എക്സ്ട്രി? അതിന് 4.50 വേണം കൂട്ടിക്കോ. പിന്നെ മാങ്ങ വാങ്ങിച്ചു 21 ദിറംസ്, സൗത്ത് ആഫ്രിക്കയുടെ. അങ്ങനെ ആ സെയിം നമ്മളിപ്പോ പച്ച തിന്നായിരിക്കും. പിന്നെ ചെമന്നുള്ളി 6.35 ചുമന്നുള്ളി വാങ്ങിച്ചു. എല്ലാത്തിനും തുളയിട്ടില്ലെങ്കിൽ. അടുത്തത് ടൊമാറ്റോ 10.25. ടൊമാറ്റോക്കൊക്കെ വില കൂടി കേട്ടോ. ലോക്കൽ ടൊമാറ്റോ ആണല്ലോ. റോമാറ്റോക്കൽ ടൊമാറ്റോ ലോക്കല് 10.25 ടൊമാറ്റോയ്ക്ക്. പിന്നെ മുറുക്ക്, ടൊമാറ്റോ മുറുക്ക്. അത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച തീർന്നായിരുന്നോ? അത് ഇവിടുത്തെ ജസ്റ്റിമോനായിരിക്കും. പിന്നെ അവോക്കാഡോ മെക്സിക്കോ 3, അതിന് 21.35. സ്തോത്രം കർത്താവേ, സ്തോത്രം. അല്ല, ഹോർലിക്സ് ജസ്റ്റ് ആൾക്കാരെന്തെങ്കിലും പറഞ്ഞാൽ പറയും ജസ്റ്റിക്ക് ഒരു സാധിത്രം ഇല്ല. ജസ്റ്റ് നിങ്ങൾ പറ, ഈ ഞങ്ങളൊക്കെ ആയകാലത്ത് ഹോർലിക്സ് കുടിച്ച് വളർന്നുകൊണ്ട് ഹോർലിക്സും കോംപ്ലാൻ ഇതൊന്നും കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലതും തോന്നാറില്ല. അതുകൊണ്ട് അത് ജസ്റ്റ് ഈ ബിസ്ക്കറ്റ് വേറെ വാങ്ങിക്കാൻ കിട്ടൂല്ലോ. ഈ ബിസ്ക്കറ്റിന് ഒരു ഫ്ലേവർ ഇല്ല കേട്ടോ. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് അല്ലേ ഇത്. ഇവിടുത്തെ കുഞ്ഞ്
പ്രീമച്ചുവർ ജസ്റ്റ് പോലെ ഹോർലിക്സ് കണ്ട്. ഇവിടുത്തെ ഹോർലിക്സ് തീർന്നായിരുന്നാ? ഞാൻ കാണിച്ചു ഇവിടെ എന്നാക്കി ഇരിപ്പുണ്ടെന്ന്. ഒരു മിനിറ്റ്. എന്റെ ഈ ചെറുക്കണ ഇതുണ്ടോ ഹോർലിക്സ്? നിങ്ങൾ പറ, ഞാൻ പറയുന്നതാണോ കുഴപ്പമെന്ന്? കോംപ്ലാൻ ഇനിയുണ്ട്. ഇനിയൊന്നുമില്ല. ഇനി എന്തേ? ഹോർലിക്സ്, കോംപ്ലാൻ, ബൂസ്റ്റ് ഇരിപ്പില്ലേ? ബൂസ്റ്റ് ഒന്നുമില്ല. അതുകൂടെ വാങ്ങിക്കായിരുന്നു. ഇതെല്ലാം ജസ്റ്റ് കഴിക്കുന്ന കേട്ടോ. എന്നിട്ട് അവസാനം ഡയലോഗ് ജസ്റ്റ് പീഡനം വന്നു. പിന്നെ തേങ്ങ വാങ്ങിച്ചേ. പണ്ട് തേങ്ങയൊക്കെ ഉള്ള ചിരണ്ടിയായിരുന്നു വാങ്ങിക്കുന്നത്. ഒരു തേങ്ങയൊക്കെ 5.65. അടുത്തത് കടല. നോയമ്പ് തീരുന്നത് കഴിഞ്ഞ് കടല, അത് 2 പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. കടലക്കൊക്കെ എത്രയാണ് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ചിക്കൻ ലോലിപോപ്പ്. എന്റെ പൊന്നെ, ഇവിടെ ആ കൊച്ചു മാത്രമേ ഉള്ളൂ. കുറെ ഉണ്ടല്ലോ. 6 പീസേ ഉള്ളൂ. അത് ലിജോയും കഴിക്കൂലേ? ചിക്കൻ ലോലിപോപ്പ്. അടുത്തത് കണ്ണൻ ദേവൻ. ഉയരം കൂടും തോറും. കണ്ണൻ ദേവന്റെ പരസ്യം എങ്ങനെയായിരുന്നു പണ്ട് ചേച്ചി? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഇവിടെ ചായ കുടിക്കുന്ന പക്ഷെ ഒരേ ഒരാളേ ഉള്ളൂ, ജഡു. മുടിഞ്ഞ അങ്ങോട്ട് നോക്കിയാ കവർ കണ്ടോ? 2 തരം പുള്ളി ആയാലേ പിടിക്കുന്നത് കേട്ടോ. ഇവിടെ മൊത്തം സത്യം എനിക്ക് ഈ കവറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ മമ്മിക്ക് കൊണ്ട് കൊടുക്കാം. പക്ഷെ ജസ്റ്റ് സമ്മതിക്കുകയല്ല. മണ്ട കുറെ കവർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ണൻ ദേവന്റെ. പിന്നെ അല്ല ഈസ്റ്റേണ്ട്. ഈ 2 ചായയാണ് എനിക്ക് ചായകളിൽ ഇഷ്ടം. ഞാൻ ചായ കുടിക്കുന്ന ആളല്ല, ബട്ട് ഈവൻ ദോ എന്റെ രഹസ്യം അറിയില്ലേക്ക്. ഇനി അടുത്തത് വെണ്ടയ്ക്ക 3.35. ജസ്റ്റിക്ക് വെണ്ടയ്ക്ക കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. ജസ്റ്റ് എന്നോട് ആരണ്ടെല്ലാം ചോദിച്ചു ലിറ്റി വെണ്ടയ്ക്ക കറി എങ്ങനെയാണോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇല്ല കാണിച്ചിട്ടില്ല, ഷോർട്ടായിട്ട് ഇട്ടതേ ഉള്ളൂ. ജസ്റ്റിക്ക് വെണ്ടയ്ക്ക കറി ഇഷ്ടമാണ്. വെണ്ടയ്ക്ക വാങ്ങിക്കുക. ഒനിയൻ പക്കോട, അത് ജഡു മോനല്ല ജസ്റ്റിൻ മോന് വേണ്ടിയിട്ട് വാങ്ങിച്ചതെന്ന് എനിക്കറിയാം. ദൈവമേ, അവിടെ ഇരിപ്പുള്ളായിരുന്നു. ഉണ്ട ജസ്റ്റ് നോക്കി കൊഞ്ഞനം കാണിച്ചു. വെറുതെ കളയണ്ടല്ലോ എടുത്തോണ്ട് ലുലുക്കാരുടെ അല്ലേ? ജസ്റ്റിയുടെ വേസ്റ്റ് ചെയ്യരുത്. അതുകൊണ്ട് ലുലുക്കാരെ ജസ്റ്റിക്ക് ഫ്രീ ആയിട്ട് തന്നു. പല ഭ്രാന്തന്മാരെയും കണ്ടത് ഒരു ഉണ്ട. ജസ്റ്റിയുടെ ഉണ്ട കഴിച്ച കരുവേപ്പില. കരിവേപ്പില അല്ലേ? ഇത് ഞങ്ങള് ഉണക്കപ്പയർ. ഈ ഒരു സാധനം എന്റെ പൊന്നു മക്കളെ, ഉണക്കപ്പയറ്. ഞാൻ ഉണക്കപ്പയർ 2 പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. നമ്മുടെ നാട്ടില് വൻപയർ എന്ന് പറയും കേട്ടോ, നമ്മുടെ കോട്ടയത്തൊക്കെ. പിന്നെ ഇത് ക്യാബേജ് 1.40. ഇത് ലോക്കൽ ക്യാബേജ് ആണ്ട് വലിയ വിലയില്ല. പിന്നെ സോപ്പ് പിയർസ്. ജഡുവിന്റെ ഫേവറേറ്റ് സാധനം പിയർസ്. 2 ദിവസം കൊണ്ട് പുള്ളി അത് തീർക്കും. പിന്നെ അടുത്തത് എന്റെ കപ്പളങ്ങ ചിറക്കി ഇന്ന് താഴെ ഇട്ടതാ. ഇതെന്റെ കപ്പളങ്ങ ഞാൻ പൊന്നുപോലെ ഒന്ന് എടുത്ത് വെക്കട്ടെ. പിന്നെ ഒരു നൂഡിൽസ്. നമ്മൾ ഈ ലുലുവിൽ പോകുമ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മള് നാട്ടിലെ ലുലുവിലൊക്കെ അങ്ങനെ ആയിരിക്കും. നമ്മൾ ആ കേറുന്നിടത്ത് കുറെ അവര് ഡിസ്പ്ലേ വെച്ചിട്ടില്ലേ, അവിടെ കുറെ ഡിസ്കൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട്. അത് കാണിക്കുമ്പോൾ ഒരാവശ്യമില്ലേലും നമ്മളിതെല്ലാം വാങ്ങിക്കും. ഈശോ, എന്തിനാ വാങ്ങിക്കുന്നതെന്ന് എനിക്കും അറിയില്ല, മറ്റുള്ളവർക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞ ഇന്ന് എന്ത് വാങ്ങിക്കാൻ പോയതായിരുന്നു ജസ്റ്റ് ലുലുവില്? എന്റെ ആ ബില്ല് എന്താ ജസ്റ്റിയുടെ ആണോ? ശരിക്കും എനിക്ക് ലുലുവിന്ന് വാങ്ങിക്കേണ്ടത് ഇച്ചിരി തേങ്ങ, ചുമന്നുള്ളി, ടൊമാറ്റോ, കടല 4 സാധനം വാങ്ങിച്ചാൽ മതിയായിരുന്നു. ബാക്കി മുഴുവൻ ബോണസാണ്. ഇതാണ് ലുലുവിൽ പോലത്തെ പ്രശ്നം. ബട്ട് എന്നാലും നമുക്ക് ലുലു ഒരു വികാരമാണല്ലോ. എന്ത് കളർ ജസ്റ്റ് ഇതൊക്കെ എന്തിനീ കൊച്ചിനെ സമ്മതിക്കും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യപ്പെടലായിട്ട് ആൾക്കാർക്ക് തോന്നും. ഇത് എന്ത് കളർ പെൻസിലുണ്ടോ? ഇന്നും കൂടെ ഞാൻ യുദ്ധം ഇട്ടതേ ഉള്ളൂ. പറിച്ചു പിടിക്കുന്ന ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ ഇത്? എന്തോ ഇത് എത്ര രൂപ? എത്ര? ബില്ലടച്ചാരാ? കൊച്ചാണോ? കൊച്ചിന് കളർ ചെയ്യാൻ അവൻ ഭയങ്കര. കഴിഞ്ഞ ദിവസം ഈ സെയിം സാധനം തന്നെ ഇവിടെ വാങ്ങിച്ചേ. മുറുക്ക്, അച്ചപ്പം, ഈ മറ്റേ ടച്ചിങ്സിന് വാങ്ങിക്കുന്നതാണല്ലോ മിക്സ്ചർ.
ഒക്കെ ജസ്റ്റ് വാങ്ങിച്ചു കൂട്ടുന്ന ഇവിടെ എനിക്കൊന്നും പറയാനില്ല. അച്ചപ്പോ അച്ചപ്പം മാത്രം ഞാൻ വാങ്ങിച്ച, ബാക്കി മുഴുവൻ ജസ്റ്റ് വാങ്ങിച്ച. ഏതാ മറ്റേ മിസ്റ്റർ മാത്രമേ അലിനീന്ന് അവിടുന്ന് വെള്ളം എടുത്തു. ഞാൻ പറഞ്ഞില്ല കടല ഒന്നുകൂടെ ഉണ്ടെന്ന്. കടല ഒരു പാക്കറ്റ്. ഇവരെന്തിനാ ഈ ഒരു കവർ തന്നെ? കളർ പെൻസിൽ. ഒരൊറ്റ കളർ പെൻസിലിന്. അപ്പൊ ഇത് ഫ്രീ ആയിരുന്നു. ഈ കവർ ഫ്രീ ആട്ടോ. ടെക്സ്റ്റൈൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോ അല്ലെ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോ മാത്രം ഫ്രീ കിട്ടുന്നത്. അപ്പൊ അല്ല, പിന്നെ ഞാൻ കാണിക്കാത്തൊരു സാധനം, എനിക്ക് സിന്തോളിന്റെ സോപ്പ് നാട്ടിലൊരു നൊക്ലാച്ചി അടിച്ചത്. പക്ഷെ വലിപ്പം നോക്കിയേ, ബില്ല് ഞാൻ എത്രയാന്ന് പറയാവേ. അപ്പൊ അത്രയും സാധനം വാങ്ങിച്ചപ്പോ ഞാൻ വിചാരിച്ചു 4 സാധനം, ഒരു 50 ദിറംസിന്റെ സാധനം വാങ്ങിക്കാൻ പോയതാണ്. 338 ദിറംസ്. കഴിഞ്ഞ ആഴ്ച ലുലുവിൽ പോയ നമ്മളാ. മാംഗോ സൗത്ത് ആഫ്രിക്ക 21. ഞാൻ പറയാം കൊക്കനട്ട് 22. അയ്യോ ചെറിയ തേങ്ങയൊക്കെ കേട്ടോ. മിൽക്ക് വാങ്ങിച്ചില്ലല്ലോ. മിൽക്ക് നമ്മൾ ഓൺലൈനാണ് വാങ്ങിക്കുന്നേ. അപ്പൊ ഇത്രയാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച ലുലുവിൽ പോയി വാങ്ങിച്ച സാധനങ്ങൾ. ഇങ്ങനത്തെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിത് കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് വ്യൂവേഴ്സ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ എന്റെ പൊന്നിലിറ്റി നിർത്തുന്ന പറയുന്നിടത്ത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും. ഇത് കാണിച്ച് നിങ്ങളെ ഞാൻ വെറുപ്പിക്കലാണ്. നിങ്ങളെ എല്ലാം വീട്ടിൽ വാങ്ങിക്കുന്ന സാധനമല്ലേ. എന്നാലും ഇതൊക്കെ എന്തിനു വാങ്ങിച്ചെന്ന് എനിക്കെന്നെ അറിയാൻ മേല. അപ്പൊ ശരി, എന്നാ പോയിച്ചും വരാം.